ഇവരാദ്യം കണ്ടുപിടിച്ച പൊറാട്ട് ദാസി പൊറാട്ടാണ്. ഈ ദാസി പറയുന്നത് ദേവദാസിയാണ്, ഈശ്വരൻ്റെ മണവാട്ടി, വിവാഹം കഴിക്കാൻ പാടില്ല, നർത്തകി, രാജമന്ദിരങ്ങളിലൊക്കെ പിന്നെ നൃത്തം വെച്ച് പാരിതോഷികം വാങ്ങിക്കൊള്ളു, അവൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഈ തമിഴ് പൊറാട്ടാണ് കേട്ടോ. ഈ ദാസി പറയുന്നത് തമിഴാണ്. അതിൻ്റെ ഒരു ചൊല്ല്, ഒരു പാട്ട് ഞാൻ പറയാം. പായ്പൂകൾ പരം പായ്പൂകൾ പരം അകുണ്ടിൽ വാഴുമൈ പാലേ ഗുണ ശീലേ നാടിയുൻപദം തേടി ബോസ്കരിയ സുലേ വടി അവേലേ. 17 പേര് അഭിനയിക്കുന്ന സംഘം. അതെ, ഈ 17 പേര് പറയുമ്പോ ഈ 17 പേര് ആണുങ്ങളാണോ? 17 ആണുങ്ങളല്ല, കൃഷ്ണേട്ടൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിസുന്ദരിയായിട്ടുള്ള 2 ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട്. ദാസി ഒറ്റ പൊറാട്ടാണ്. പൊറാട്ടുകൾ 2 തരത്തിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇണകൾ ചേർന്ന് അവതരിപ്പിക്കുന്ന പൊറാട്ടുകളും അതല്ലാതെ ഒറ്റ വേഷങ്ങൾ വരുന്ന പൊറാട്ടുകൾ. പ്രധാന വേഷത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഓരോ പൊറാട്ടും അവതരിപ്പിക്കപ്പെടുന്നത്. പൊറാട്ട് നാടകം ആരംഭിക്കുന്നത് ദാസിയുടെ വരവോടുകൂടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞ ആ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ വരാറായി. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ഉടനീളമുണ്ടായിരുന്ന, കേരളത്തിലുമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ദേവദാസി സമ്പ്രദായത്തിൻ്റെ തുടർച്ചയിലാണ് ഈ ദാസി എന്ന ഈ കഥാപാത്രം കടന്നു വരുന്നത്. ഈ ദാസി വരുന്നത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നാണ്. പല അവതരണങ്ങളിലും പല സ്ഥലങ്ങളിലാണ്. തിരുപ്പൂർ പോലെ, തഞ്ചാവൂർ പോലെ പല സ്ഥലങ്ങളാണ് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ദാസി സ്വന്തം സ്ഥലമായി പറയുന്നത്. മധുരൈ തിരുപ്പത്തൂർക്കാരികൾ ജാതില് വന്ന് യാരുള്ള തെറ്റില്ലാട്ടാ. ഈ ദാസി പൂർണ്ണമായും തമിഴിൽ ആണ് നിബന്ധിച്ചിരിക്കുന്നത്. ചോദ്യക്കാരൻ ബഫൂണും ചോദ്യക്കാരനും നിരന്തരം ഈ ദാസിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബഫൂണിൻ്റെ വളരെ അശ്ലീലം കലർന്ന ചോദ്യങ്ങൾക്കെല്ലാം ആ രീതിയിലുള്ള മറുപടി പറയുന്ന, ഒരുപക്ഷെ പൊറാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രീലാശ്രീലങ്ങളുടെ അതിർവരമ്പുകളൊക്കെയും മായുന്ന തരം അവതരണമാണ്. ദാസി പലപ്പോഴും തൻ്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. എന്നെ കൊണ്ട് പടുക്കാന് അഥവാ ഞാൻ പടുത്ത ഇത് 2 മലമ്പുഴ കനാലി പടുമായിരിക്കും. എന്ത് പഠിക്കാന്ന് വെച്ചിട്ടാ? ആ കുട്ടികൾ പറഞ്ഞ ഭാഷ തമിഴാണ്, തമിഴ്ക്കാരി കുട്ടികളാണ്. തമിഴ് അയ്യയ്യ വാങ്കയ്യ ഒരു നാൾ പഠിച്ചിട്ട് പോലാമെന്ന് വെച്ചാൽ മനസ്സിലായ? ഞാൻ പെടുത്താൽ നീയും നിന്റെ കുടുംബവും ഒന്നിച്ചു ഒലിച്ചു പോകും എന്ന ആ വാക്കിൻ്റെ ദ്വയാർത്ഥം വെച്ചുകൊണ്ടാണ് അവിടെ ഹാസ്യം അവതരിപ്പിക്കുന്നത്. ഈ രീതിയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷ കൊണ്ടുള്ളൊരു വലിയ കളി, അതോടൊപ്പം തന്നെ ഈ സദാചാരത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ മാച്ച് കളയുന്ന തരത്തിലുള്ള ഒരു തുടക്കമാണ് ദാസിയിൽ നമുക്ക് കാണാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ദേവദാസികളായി വാഴ്ത്തപ്പെടുകയും എന്നാൽ ജീവിതകാലം മുഴുവൻ ഈ ദുരിതത്തിൽ മറ്റുള്ള പ്രമാണിമാരുടെയൊക്കെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബലികഴിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ സ്ത്രീവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, തമിഴ് സ്ത്രീവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ദാസി രംഗത്ത് വരുന്നത്.
பேரது கேட்க வந்தவரே பேரது கேட்க வந்தவரே பெரியவர மகராஜரே நாரியந்தன் பெருதானும் நயன்றுமேன் சொல்வேன் ஐயா സാദിയിലതേ പിടിച്ച് പേരു വന്നു മീനാക്ഷി ആശ വെത്ത് വന്നതിനാൽ അവർ കൂടെ ഞാൻ പോയിടുവേ അപ്പോൾ ആരെയും സ്വീകരിക്കാനും ജീവിത മാർഗം കണ്ടെത്താനുള്ള മാർഗം അവർ കണ്ടുപിടിച്ചതായിരിക്കാം. അതാണ് ദാസി പൊറാട്ടിൻ്റെ തുടക്കം.